ഹലോ നമസ്കാരം. ഇന്ന് മത്തങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ ഒരു 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മത്തങ്ങ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മത്തങ്ങ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് മത്തങ്ങ വേവുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതൊരു കപ്പ് തേങ്ങ ചിരകിയത്, അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മത്തങ്ങയൊക്കെ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം ഒന്നും ഉടച്ചു കൊടുക്കണ്ട, കുറച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് വറവിടുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്